കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഭരണ തുടർച്ചയുടെ അവകാശവാദങ്ങളുമായി ഇടതുപക്ഷം ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പിണറായി സർക്കാരിന്റെ അവസാന നാളുകളിൽ നടന്നുവന്ന് ആരോപിക്കപ്പെടുന്ന വമ്പൻ കൊള്ളയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിപക്ഷ നിരയിലെ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഈ പുതിയ ആരോപണം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് കൃത്യമായ കണക്കുകളും രേഖകളും നിരത്തിയുള്ള കടന്നാക്രമണമാണ്. സഹകരണ മേഖലയെ ഒന്നടങ്കം വിഴുങ്ങാൻ പോകുന്ന 700 കോടി രൂപയുടെ ഈ വമ്പൻ അഴിമതിയുടെ ചുരുളുകൾ ഓരോന്നോരോന്നായി പരിശോധിക്കാം. സംസ്ഥാനത്ത് 4000-ത്തിലധികം വരുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി കേരളത്തിൽ എല്ലാ സഹകരണ സംഘങ്ങളിലും ഏകീകൃത സോഫ്റ്റ്വെയർ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ലോക പ്രശസ്തമായ IT കമ്പനിയായ TCS കേവലം 206 കോടി രൂപയ്ക്ക് ഈ പണി പൂർത്തിയാക്കാമെന്ന് നേരത്തെ കരാർ ഏറ്റെടുത്തതാണ്. എന്നാൽ തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ ആ കരാർ റദ്ദാക്കി. എന്തിനു വേണ്ടിയായിരുന്നു ആ നീക്കം? അവിടെയാണ് ഈ വമ്പൻ കൊള്ളയുടെ തുടക്കം. TCSനെ ഒഴിവാക്കിയ ശേഷം സർക്കാർ പുതിയ ടെൻഡർ വിളിച്ചു. എന്നാൽ പുതിയ ടെൻഡറിൽ വെച്ച നിബന്ധനകൾ കണ്ടാൽ ആർക്കും മനസ്സിലാകും ഇത് ചില പ്രത്യേക ആളുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് എന്ന്. പുതിയ നിബന്ധനകൾ പ്രകാരം കേരളത്തിൽ കുറഞ്ഞത് 200 ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയും. ഫലമെന്തായി? അന്താരാഷ്ട്ര കമ്പനികൾ പലതും പുറത്തായി. പകരം രംഗപ്രവേശനം ചെയ്തത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 2 സഹകരണ സംഘങ്ങൾ മാത്രമാണ്. CPM നേരിട്ട് നിയന്ത്രിക്കുന്ന മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി സഹകരണ സംഘവും കേരള ദിനേശ് BD വർക്കേഴ്സും സഹകരണ സംഘവുമാണത്. 100 കണക്കിന് കോടി രൂപയുടെ IT കരാറിൽ പങ്കെടുക്കാൻ IT രംഗത്ത് യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഈ 2 സംഘങ്ങൾ മാത്രം എത്തിയതിൽ തന്നെ വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് വെറും ഒരു യാദൃശ്ചികതയല്ല, മറിച്ച് കൃത്യമായ തിരക്കഥ അനുസരിച്ച് നടന്ന നാടകമാണ് എന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത്. ഇനി ഇതിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആരും ഒന്ന് ഞെട്ടും. 206 കോടി രൂപയ്ക്ക് തീരേണ്ട പദ്ധതിയാണ് ഇപ്പോൾ ഏകദേശം 900 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തി അങ്ങനെ നിൽക്കുന്നത്. അതായത് ഒറ്റയടിക്ക് ഖജനാവിന് വരാൻ പോകുന്ന നഷ്ടം 700 കോടി രൂപയാണ്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്രയും വലിയൊരു തുക പിൻവാതിലിലൂടെ സ്വന്തം പാർട്ടിക്കാർക്ക് എത്തിക്കാൻ സർക്കാർ ധൃതി കാണിക്കുന്നത്. 280 സംഘങ്ങൾക്ക് സോഫ്റ്റ്വെയർ നൽകാൻ മാത്രം ദിനേശ് BD സംഘം കോട്ട് ചെയ്ത് 58 കോടി രൂപയാണ്. ഇതേ കണക്കനുസരിച്ച് ബാക്കി വരുന്ന 4000-ത്തിലധികം സംഘങ്ങളിലേക്ക് കൂടി ഈ പദ്ധതി വ്യാപിക്കുമ്പോൾ ആകെ ചെലവ് 900 കോടിയും കടക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഈ സമയത്ത് ഇത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തുന്ന കരാറിൽ ഒപ്പിടാൻ സർക്കാർ കാണിക്കുന്ന തിടുക്കമാണ് ഇതിൽ ഏറ്റവും വലിയ സംശയം ജനിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അനുമതി വാങ്ങാൻ ഈ കരാർ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാൻ സഹകരണ വകുപ്പ് കിണഞ്ഞങ്ങനെ പരിശ്രമിക്കുകയാണ്. ഭരണം മാറാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടുള്ള ഈ ഇറങ്ങിപ്പോക്ക് കൊള്ള കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വലുതാണ്. ഇത് കേവലം പണം തട്ടൽ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ സഹകരണ മേഖലയെ മുഴുവൻ CPMന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള ഒരു ഗൂഢാലോചന കൂടിയാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ സാധാരണക്കാരായ ജനങ്ങളുടെ അത്താണിയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും നിയന്ത്രണത്തിൽ വിവിധ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട്. എന്നാൽ ഏകീകൃത സോഫ്റ്റ്വെയർ വരുന്നതോടെ എല്ലാ വിവരങ്ങളും സർക്കാരിന് അഥവാ ഭരണകക്ഷിയുടെ കൈപ്പിടിയിലാകും. IT രംഗത്ത് പരിചയമില്ലാത്ത പാർട്ടി സംഘങ്ങൾ ഈ സോഫ്റ്റ്വെയർ നിയന്ത്രിക്കുമ്പോൾ വിവരച്ചോർച്ചയ്ക്കും രാഷ്ട്രീയ വേട്ടയാടലിനും ഇത് വഴിയൊരുക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമേയില്ല. സഹകരണ മേഖലയുടെ അടിത്തറ തോണ്ടുന്ന ഈ നീക്കം തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ ആവശ്യം. ഒപ്പം തന്നെ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ അഴിമതി കരാർ റദ്ദാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷം പ്രഖ്യാപിച്ചു കഴിഞ്ഞു.